നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രിക്ക് മേസൺറി ആണ്. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലുള്ള ബ്രിക്ക് മേസൺറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതൊരു ക്യുക്ക് റിവിഷൻ മോഡലായിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ ഈ PDF ഇല്ലാത്ത എക്സ്ട്രാ പോയിൻറ്റ്സ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അപ്പം ബ്രിക്ക് മേസൺറിയിൽ എന്താണ് മേസൺറി? മേസൺറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോർട്ടാർ വെച്ചിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ പണിതെടുക്കുക. അതിനെയാണ് നമ്മൾ ബ്രിക്ക് മേസൺറി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു കോസ്? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ സീരീസ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ബ്രിക്കിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു സീരീസ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ കോസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വോളിന് ഈ ബ്രിക്കിൻ്റെ ലെങ്ത്ത് പാരലായിട്ട് വെക്കുക. അതായത് വോളിന് ഫേസ് ഓഫ് ദ വോളിന് പാരലായിട്ട് ആ ഒരു ബ്രിക്കിൻ്റെ ലെങ്ത്താണ് വരുന്നതെങ്കിൽ സ്ട്രക്ചർ എന്നാണ് പറയുക. ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ ഒരു ബ്രിക്കിൻ്റെ വിടുത്താണ് പാരലായിട്ട് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹെഡർ എന്നാണ് പറയാം. ഇനി അടുത്തതാണ് എറൈസസ്. എറൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രിക്കിൻ്റെ എഡ്ജസ് നോക്കുന്ന സമയത്ത് ആ എഡ്ജസ് കുറേ ഇൻ്റർസെക്ഷൻ എല്ലാ എഡ്ജസും കൂടി വന്ന് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എറൈസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബെഡ് ആൻഡ് ബെഡ് ജോയിൻറ്റ്. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്ക് നമ്മളിപ്പം ഫ്ലാറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രിക്കിൻ്റെ ലോവർ സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ബെഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ മോർട്ടാർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മേസൺറി പണിയാണ്. അപ്പോൾ ആ ഒരു ബ്രിക്ക് വെക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ മോർട്ടാർ ലെയർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലേക്കായിരിക്കുമല്ലോ നമ്മൾ ബ്രിക്കിനെ എടുത്ത് വെക്കുന്നത്. ആ ഒരു ലെയറിനെയാണ് നമ്മൾ ബെഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി പെർപ്പൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്കിനെ ലെങ്ത് വൈസ് അല്ലെങ്കിൽ ക്രോസ് ഡയറക്ഷനിൽ ബ്രിക്കിനെ തമ്മിൽ ആ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ജോയിൻസിനെയാണ് പെർപ്പൻറ്റ് എന്ന് പറയുന്നത്. എന്ത് ജോയിൻസ് ആണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അധികം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. വെർട്ടിക്കൽ ജോയിൻസ് സെപ്പറേറ്റിംഗ്സ് ബ്രിക്സ് ഇൻ ഈതർ ലെങ്ത് വൈസ് ഓർ ക്രോസ് ഡയറക്ഷൻ. അപ്പം ഇത് ശരിക്കും പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാവായിരുന്നു. അപ്പം പിക്ചർ ഇല്ലാത്തൊരു PDF ആണ്. റിവിഷൻ സീരീസ് ആയതുകൊണ്ട് ഞാൻ ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ജോയിൻസുകൾ തമ്മിലുള്ള, അതായത് സക്സസീവ് കോസുകൾ തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ജോയിൻസ്, അതായത് ഈ ഒരു പെർപ്പൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ലാപ്പ് എന്ന് പറയുന്നത്. ഈ ലാപ്പ് എന്ന് പറയുന്നത് ബ്രിക്കിൻ്റെ ലെങ്ത്തിൻ്റെ 1/4 ആണ് പറയുന്നത്. അതായത് 1/4 ഇൻറ്റു ബ്രിക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. 1/4 ഇൻറ്റു 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ലാപ്പിൻ്റെ ലെങ്ത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ലെങ്ത്ത് വരുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തതാണ് എന്ത്? ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിക്കിൻ്റെ ടോപ്പ് സർഫസിൽ കൊടുക്കുന്ന ഒരു ഡിപ്രഷനാണ് എന്ത്? ഫ്രോഗ് എന്ന് പറയുന്നത്. എ ഡിപ്രഷൻ ഓൺ ദ ബ്രിക്ക് ഫേസ് ടു ഫോം എ കീ ഫോർ മോർട്ടാറാണ്. ഈ ഫ്രോഗിന് ഒരു സൈസ് വരുന്നുണ്ട്. ഫ്രോഗിൻ്റെ സൈസ് വരുന്നത് 10 × 4 × 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 × 4 × 2 സെൻറ്റിമീറ്റർ. അതായത് ഫ്രോഗ് ആ ഒരു ഡിപ്രഷൻ കൊടുക്കുന്ന ആ ഒരു എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 to 2 സെൻറ്റിമീറ്റർ ഡിപ്രഷനാണ് നമ്മൾ ഈ ഒരു ഫ്രോഗിൽ കൊടുക്കുന്നത്. 1 to 2 സെൻറ്റിമീറ്റർ ഡിപ്രഷനായിരിക്കും കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഫ്രോഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോം എ കീ ഫോർ മോർട്ടാർ. ഇനി അടുത്തതാണ് ഈ ഫ്രോഗിൽ തന്നെ ക്വാണ്ടിറ്റീസ് പറയുന്നുണ്ട്. ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് മൗൾഡഡ് ബ്രിക്സ് ആണെങ്കിൽ ഒരു ഫ്രോഗാണ് കൊടുക്കുക. വയർ കട്ട് ബ്രിക്സ് ആണെങ്കിൽ ഫ്രോഗുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ 2 ഫ്രോഗാണ് കൊടുക്കുക. പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ 2 ഫ്രോഗ്. ഈ ഒരു വാല്യൂസും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഹാൻഡ് മൗൾഡഡ് ആകുമ്പം ഒരു ഫ്രോഗ്, വയർ കട്ടിന് ഫ്രോഗേ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ 2 ഫ്രോഗ്സാണ് കൊടുക്കുക. ഇനി നമുക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്. റാക്കിംഗ് ബാക്കും ടൂത്തിങ്. റാക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രിക്ക് വെച്ചിട്ട് വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഫാഷനിലാണെങ്കിൽ അതിനെയാണ് റാക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത്. ഇനി ടൂത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സ്, അതായത് ഒരു കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് അൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒന്നിടവിട്ടിട്ടുള്ള കോഴ്സുകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത്, അതായത് ഒരു പല്ല് മാതിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേംസ് ആണ്, സർഫസ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ടേംസ് ആണ്. ഫേസ് അല്ലെങ്കിൽ ഫേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സർഫസ് അല്ലെങ്കിൽ മെറ്റീരിയലിനെയാണ് നമ്മൾ ഫേസിങ് എന്ന് പറയുന്നത്. ബാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? വെതറുമായിട്ട് എക്സ്പോസ് ചെയ്യാത്തതാണ് എന്ത്? ബാക്കിംഗ്. ഇനി ഹേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സർഫസിനെയാണ് ഹേർട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് വോൾ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോളിൻ്റെ ഫേസിന് പാരലൽ ആയിട്ടുള്ള ജോയിൻസിനെ വോൾ ജോയിൻറ്റ് എന്നാണ് പറയുക. ത്രിഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലിന്ത് ലെവൽ ടു ഗ്രൗണ്ട് ലെവൽ. പ്ലിന്ത് ലെവൽ മുതൽ ഗ്രൗണ്ട് ലെവൽ വരെ കൊടുക്കുന്ന അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റെപ്സിനെയാണ്
എന്തെന്ന് പറയുന്നത്, ത്രിഷോൾഡ് എന്ന് പറയുന്നത്. ത്രിഷോൾഡ്. ഇനി ബ്രിക്കിൻ്റെ വാരിയൻസ് നോക്കാം. അതായത് ബ്രിക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ക്ലോസറും ഉണ്ട്, ബാറ്റും ഉണ്ട്. ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് പോർഷൻ ഒപ്റ്റൈൻഡ് ബൈ കട്ടിങ് ലെങ്ത് വൈസ്. ഈ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്കിനെ നമ്മൾ ലെങ്ത് വൈസ് കട്ട് ചെയ്യുകയാണ്. ബ്രിക്കിൻ്റെ ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിക്കിനെ വിഡ്ത്ത് വൈസ് കട്ട് ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ ക്ലോസറിൽ ക്യൂൺ ക്ലോസർ ഉണ്ട്, കിങ് ക്ലോസർ ഉണ്ട്, ബിവൾഡ് ക്ലോസർ ഉണ്ട്, മിറ്റഡ് ക്ലോസർ ഉണ്ട്. ക്യൂൺ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്രിക്ക് എടുത്തു, അതിൻ്റെ ലെങ്ത്ത് വൈസ് കറക്റ്റ് ഹാഫിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിനാണ് ക്യൂൺ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്തിൻ്റെ ഹാഫും ലെങ്ത്തിൻ്റെ ഹാഫും കൂടി തമ്മിൽ കട്ട് ചെയ്യാം. ഹാഫ് വിഡ്ത്ത് ആൻഡ് വൺ സൈഡ് ഹാഫ് ലെങ്ത്, അതായത് ഹാഫ് വിഡ്ത്തിൻ്റെ ഹാഫും ലെങ്ത്തിൻ്റെ ഹാഫും കൂടി കട്ട് ചെയ്യുക. അതിനാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ബിവൾഡ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾഡ് കട്ട് അലോങ് ദ ഫുൾ ലെങ്ത്തും എടുക്കും, പിന്നെ ആ ഒരു വിഡ്ത്തിൽ ഒരു ആംഗിൾഡ് കട്ട് കൊടുക്കുന്നതിനാണ് ബിവൾഡ് ക്ലോസർ എന്ന് പറയുന്നത്. മിറ്റഡ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 to 60 ഡിഗ്രി കട്ട് ചെയ്യുന്നതാണ് മിറ്റഡ് ക്ലോസർ എന്ന് പറയുന്നത്. 45 to 60 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നതിനാണ് എന്ത്, മിറ്റഡ് ക്ലോസർ. ആ ഒരു ആംഗിൾ നോക്കി നോക്കുക, 45 to 60 ഡിഗ്രി. 45 to 60 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നതിനാണ് മിറ്റഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ബാറ്റിൽ തന്നെ ഹാഫ് ബാറ്റ് ഉണ്ട്. ഹാഫ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ലെങ്ത്ത് അതായത് ഇത് വിഡ്ത്ത് വൈസാണ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വിഡ്ത്ത് വൈസ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്യുന്ന, കറക്റ്റ് ഹാഫായിട്ട് ഒരു ബ്രിക്കിനെ കറക്റ്റ് ഹാഫായിട്ട് വിഡ്ത്ത് വൈൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ബാറ്റ് എന്നാണ് പറയാം. പിന്നെ വരുന്നതാണ് 3/4 ബാറ്റ്, അതായത് 3/4 ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നതിനാണ് 3/4 ബാറ്റ് എന്ന് പറയുന്നത്. ബിവൾഡ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്ത്ത് 3/4 മറ്റേത് 1/2 അങ്ങനെ കട്ട് ചെയ്യുന്നതിനാണ് ബിവൾഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി ബ്രിക്കിൻ്റെ തിക്നെസ് ആൻഡ് പ്രൊപ്പോർഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബ്രിക്ക് തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് അപ്പോൾ എന്താണ്, ഹാഫ് ബ്രിക്ക് തിക്നെസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഒരു ചോദ്യം, ഒരു നോട്ട് പോയിൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഒരു വോളിൻ്റെ ഹേർട്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്താൽ മതി, ഹെഡർ പ്രൊവൈഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു കോയിൻ ഹെഡറിന് ശേഷം എപ്പോഴും ഒരു ക്യൂൺ ക്ലോസറും പ്രൊവൈഡ് ചെയ്യും. ഒരു കോയിൻ ഹെഡർ, അതായത് കോയിൻ ഹെഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹെഡർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ക്യൂൺ ക്ലോസർ പ്രൊവൈഡ് ചെയ്യണം. അത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ബോൺസ് ഇൻ ബ്രിക്ക് വർക്കിലുള്ള ബോൺസിനെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ ബോണ്ട്. സ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ട്രക്ചർ കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ആ ഒരു ബ്രിക്കിൻ്റെ സ്ട്രക്ചർ കോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് ആയിരിക്കും. മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് ഹാഫ് ബ്രിക്ക് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഹാഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എത്ര, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ മാക്സിമം തിക്നെസ് വരുന്നത്. യൂസസ് കോയിൻ ഹാഫ് ബാറ്റ്സ് ഇൻ അൾട്ടർനേറ്റ് കോഴ്സസ്, അതായത് ഇതിൻ്റെ അൾട്ടർനേറ്റ് കോഴ്സസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോയിൻ ഹാഫ് ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ട്രക്ചർ ബോണ്ടിൽ എന്താണ് കോയിൻ ഹാഫ് ബാറ്റ്, അൾട്ടർനേറ്റ് കോഴ്സസിൽ ഓരോ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റായിട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻ ഒരു ഹാഫ് ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ഒരു ഹെഡർ മാത്രമുള്ള കോഴ്സസ് ആണെങ്കിൽ അതിന് ഹെഡർ ബോണ്ട് എന്നാണ് പറയുക. അത് 1 ബ്രിക്ക് തിക്ക് ആയിരിക്കും. അതെത്രയാണ്, 1 ബ്രിക്ക് തിക്കാണ്. ഇവിടെ നമ്മൾ കോയിൻ 3/4 ബാറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ആദ്യത്തേൽ ഹാഫ് ബാറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഹെഡർ ബോണ്ടിലേക്ക് വരുമ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോയിൻ 3/4 ബാറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷറിന് ഇത് വീക്കാണ്. വീക്ക് ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ ആയിരിക്കും. വീക്ക് ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ എടുക്കാനുള്ള കഴിവ് ഈ ഒരു ഹെഡർ ബോണ്ടിനില്ല. അടുത്തതാണ് ഇംഗ്ലീഷ് ബോണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്, അതായത് ഒരു ഹെഡറിൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത സ്ട്രെച്ചറിൻ്റെ കോഴ്സ്, പിന്നെ ഹെഡറിൻ്റെ കോഴ്സ്, അങ്ങനെ കൊടുക്കുന്ന ബോണ്ടിനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ കോയിൻ ഹെഡറിന് ശേഷം ഒരു ക്യൂൺ ക്ലോസറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. എന്തിൽ, ഇംഗ്ലീഷ് ബോണ്ടിൽ ക്യൂൺ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുക. കോയിൻ ഹെഡറിന് ശേഷം ഒരു ക്യൂൺ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഇൻ ബ്രിക്ക് വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇംഗ്ലീഷ് ബോണ്ടാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെമിഷ് ബോണ്ടാണ്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റ് കോഴ്സസിലല്ല, ഓരോ കോഴ്സിലും അൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാവുക. അതായത്
ഒരു കോഴ്സ് എടുക്കുകയാണെന്ന് വിചാരിച്ചു, അതിൽ ഹെഡർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, അങ്ങനെ ഈച്ച് കോഴ്സ് കണ്ടെയ്ൻസ് ആൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അത് ഫ്ലെമിഷ് ബോണ്ടാണ്. മറ്റേ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞതാണ് അൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ്, അതായത് ഒരു ഹെഡർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ട്രക്ചർ കോഴ്സ് വരുന്നത്. ഫ്ലെമിഷിൽ അങ്ങനെയല്ല, ഒരു ഹെഡർ പിന്നെ ഒരു സ്ട്രക്ചർ, ഒരു ഹെഡർ സ്ട്രക്ചർ, അങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും വരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ബെറ്റർ അപ്പിയറൻസ് കൊടുക്കുന്നത് ഈ ഒരു ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. ഫ്ലെമിഷ് ബോണ്ട് തന്നെ നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഫ്ലെമിഷേ ഉണ്ടാവുള്ളൂ, അതായത് ഫേസിങ് അവിടെ ഫ്ലെമിഷ് ആയിരിക്കും, ബാക്കിങ് എന്തായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ തിക്നെസ് ചോദിക്കും, അത് 1.5 ബ്രിക്ക് തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. ഡബിൾ ഫ്ലെമിഷിൻ്റെ തിക്നെസ് 1 ബ്രിക്ക് തിക്നെസ് ആയിരിക്കും. അപ്പം ഏതിനാണ് ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡബിൾ ഫ്ലെമിഷാണ്. അവിടെ ബാക്കിങ്ങും ഫേസിങ്ങും എന്തായിരിക്കും, ഫ്ലെമിഷ് തന്നെയായിരിക്കും, ഫ്ലെമിഷ് ബോണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തതാണ് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് എന്ത്, ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോയിൻ 3/4 ബാറ്റ് ഇൻ എവറി സ്ട്രക്ചർ കോഴ്സ്. ഓരോ സ്ട്രക്ചർ കോഴ്സിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോയിൻ 3/4 ബാറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സ്ട്രക്ചർ കോഴ്സിൽ ഹാഫ് ബാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഹെഡർ കോഴ്സിൽ 3/4 ബാറ്റ്. ദെൻ ഇംഗ്ലീഷ് ബോണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ക്യൂൺ ക്ലോസർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ദെൻ വരുന്നത് ഡച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, 3/4 ബാറ്റ് ഇൻ എവറി സ്ട്രക്ചർ കോഴ്സ്. എല്ലാ സ്ട്രക്ചർ കോഴ്സിലും നമ്മൾ 3/4 ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡർ നെക്സ്റ്റ് ടു, എന്നിട്ട് ഈ ഒരു 3/4 ബാറ്റിന് നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3/4 ബാറ്റിന് തൊട്ടടുത്ത് തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ഹെഡർ കൊടുക്കുന്നുണ്ട്. ഇൻ അൾട്ടർനേറ്റ് സ്ട്രക്ചർ കോഴ്സസ്, അൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സസിലാണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതാണ് റേക്കിംഗ് ബോണ്ട്സ്. റേക്കിംഗ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞു ഹെഡറിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷറിന് ഇതാക്കാൻ വേണ്ടിയിട്ട് കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡർ ബോണ്ടിൽ. അപ്പോൾ അതിന് പകരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു റേക്കിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ റേക്കിംഗ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിക്കർ വോയിസ് ടു ഹാൻഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലോഡ്സ് ഹാൻഡിൽ ചെയ്യാൻ ഇതിന് പറ്റുന്നുണ്ട്. റേക്കിംഗ് ബോണ്ട് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഡയഗണൽ ബോണ്ട് ഉണ്ട്, ഹെറിംഗ് ബോണ്ട് ഉണ്ട്, ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട്. ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 45 ഡിഗ്രിയിലാണ് ലേഡ് ചെയ്യുക. എപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുക, വോൾ തിക്നെസ് 2 ബ്രിക്ക് തിക്നെസ്സിനെക്കാട്ടും കൂടുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഡയഗണൽ ബോണ്ട് യൂസ് ചെയ്യുക. വോൾ തിക്നെസ് 2 ബ്രിക്ക് തിക്നെസ്സിനെക്കാട്ടും കൂടുന്ന സമയത്ത് ഇത് അധികവും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഫൂട്ടിങ്സിലൊക്കെ ആയിരിക്കും ഈ ഒരു ഡയഗണൽ ബോണ്ട് യൂസ് ചെയ്യുക. അടുത്തതാണ് ഹെറിംഗ് ബോണ്ട്. ഇത് ബ്രിക്ക് തിക്നെസ് 4 ബ്രിക്സിനെക്കാട്ടും കൂടുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇത് 45 ഡിഗ്രിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഹെറിംഗ് ബോണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് അധികവും യൂസ് ചെയ്യുക ഈ ഫ്ലോറിങ്സിലും പേയ്മെൻറ്റ്സിലും ഒക്കെയാണ് യൂസ് ചെയ്യുക. എന്ത്, ഹെറിംഗ് ബോണ്ട് ഫ്ലോറിങ്സിലും പേയ്മെൻറ്റ്സിലും. സിക്സാഗ് ബോണ്ട് ഫ്ലോറിങ്സും സെയിം, സിക്സാഗ് ഫ്ലോറിങ്സിലും പേയ്മെൻറ്റ്സിലും തന്നെയാണ് സിക്സാഗ് ബോണ്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് 2 മീറ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് 2 മീറ്ററാണ്. ഇത് നമുക്ക് 2 റേഷ്യോയിൽ അവൈലബിൾ ആണ്. 1:3 1:3 അല്ലെങ്കിൽ 1:5 അവൈലബിൾ ആണ്. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡർ കോഴ്സ് ആഫ്റ്റർ 3 or 5 സ്ട്രക്ചർ കോഴ്സ്, 3 or 5 സ്ട്രക്ചർ കോഴ്സിന് ശേഷം ഒരു ഹെഡർ കോഴ്സ് വരിക. അതിനെയാണ് നമ്മൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 or 5 സ്ട്രക്ചർ കോഴ്സിന് ശേഷം ഒരു ഹെഡർ കോഴ്സ് വരിക. അതിനെയാണ് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്താണ്? ഈ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടിന് പറയുന്ന വേറൊരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കോച്ച് ബോണ്ട് അല്ലെങ്കിൽ സക്സസ് ബോണ്ട് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 or 5 അതായത് ഒരു കോഴ്സിൽ തന്നെ 3 or 5 സ്ട്രക്ചറിന് ശേഷം ഒരു ഹെഡർ വരിക. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ബോണ്ടും സ്ട്രക്ചർ ബോണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞു. ആ സെയിം തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യുക. ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3 സ്ട്രക്ചറിൽ അടക്കി വെച്ചിരിക്കുന്ന ബ്രിക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡർ വരിക. 3 or 5 സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹെഡർ കയറി വരുന്നതിനാണ് ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 or 5 സ്ട്രക്ചറാണ് പറയുന്നത്. ഇനി 2 സ്ട്രക്ചർ കോഴ്സിന് ശേഷം
ഒരു ഹെഡർ, അതായത് 1:2 റേഷ്യോയിലാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മോങ്ക് ബോണ്ട്. അപ്പോൾ 1:3 അല്ലെങ്കിൽ 1:5 സക്സസ് ബോണ്ട്, അല്ലെങ്കിൽ എന്താണ് ഗാർഡൻ വാൾ ബോണ്ട്, അല്ലെങ്കിൽ സ്കോച്ച് ബോണ്ട് എന്നൊക്കെ പറയും. 1:2 നമ്മൾ മോങ്ക് ബോണ്ട് എന്നാണ് പറയാം. ഇനി വരുന്നതാണ് കണക്ഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. കുറച്ച് കണക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അല്ല, ഒരു മിനിറ്റ്, കുറച്ചുകൂടി ബോണ്ടുകളുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. അടുത്തതാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്. ഇംഗ്ലീഷ് ക്രോസ് ബോണ്ടിന് പറയുന്ന വേറൊരു പേരാണെന്ത്, സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ബോണ്ടാണ്. അതായത് കോയിൻ സ്ട്രക്ചർ, അൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ നമ്മൾ കോയിൻ സ്ട്രക്ചറിൻ്റെ അടുത്ത് ഒരു ഹെഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് അൾട്ടർനേറ്റ്, എല്ലാ സ്ട്രക്ചർ കോഴ്സിലും അല്ല, അൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹെഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് അൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കോഴ്സിൽ ഒരു ഹെഡറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്നും പറയും കേട്ടോ. സെൻറ്റ് ആൻഡ്രൂസ് ബോണ്ട് എന്നുമാണ് പറയാം. അടുത്തതാണ് ഫേസിംഗ് ബോണ്ട്. ഫേസിംഗ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ കോഴ്സ് പ്ലേസ്ഡ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സ്. കുറേ സ്ട്രക്ചർ കോഴ്സ്, അതായത് 3 അല്ലെങ്കിൽ 5 സ്ട്രക്ചർ കോഴ്സ് ശേഷം നമ്മൾ ഒരു ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. യൂസസ് ബ്രിക്സ് ഫോർ വേരിയിങ് സൈസ് ഷേപ്പ് ഫോർ ഫേസിംഗ് അല്ലെങ്കിൽ ബാക്കിംഗ്. അതായത് സെവറൽ സ്ട്രക്ചർ കോഴ്സസിന് ശേഷം ഒരു ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഫേസിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. സിമിലർ ടു, അതായത് നമ്മൾ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് പറഞ്ഞില്ലേ, ആ ഒരു എലിവേഷനോട് സിമിലർ തന്നെയായിരിക്കും ഈ ഒരു ഫേസിംഗ് ബോണ്ടിൽ വരുന്നത്. ഇതിൽ ഫേസിങ്ങും ഫേസിങ്ങിൽ വെക്കുന്നതും ബാക്കിങ്ങിൽ വെക്കുന്നതും ബ്രിക്ക് സൈസിലും ഷേപ്പിലും വാരി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അടുത്തതാണ് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്. അതിന് പറയുന്നത് വേറൊരു പേരാണ് സിൽവർ കോക്സ് അല്ലെങ്കിൽ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ബെഡിലെ ഹെഡേഴ്സും എഡ്ജിലെ സ്ട്രക്ചേഴ്സും കൊടുക്കുക, അതിനെയാണ് നമ്മൾ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്. അതായത് എഡ്ജിൽ സ്ട്രക്ചേഴ്സും ബെഡിൽ എന്ത് ചെയ്യുക, ഹെഡേഴ്സും കൊടുക്കുക, ക്രിയേറ്റിംഗ് എ ക്യാവിറ്റി, എന്നിട്ടൊരു ക്യാവിറ്റി കൊടുക്കും. അതിനെയാണ് നമ്മൾ, അതായത് ഇംഗ്ലീഷ് ബോണ്ടിൽ ജസ്റ്റ് ഒരു ക്യാവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്, അല്ലെങ്കിൽ വേറൊരു പേരാണെന്ത്, സിൽവർ കോക്സ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ബോണ്ട്സിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കണക്ഷൻസ് ആൻഡ് കണക്ഷൻസ് റൂൾസുകൾ പഠിക്കാം. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോൾസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ വരുന്ന വോൾസുകളൊക്കെ യുണൈറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ കണക്ഷൻ തന്നെ 2 തരത്തിലുണ്ട്, ജംഗ്ഷൻസും കോയിൻസും. ജംഗ്ഷൻസ് തന്നെ 2 തരത്തിലുണ്ട്, റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനും ഉണ്ട്, സ്ക്വിൻഡ് ജംഗ്ഷനും ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾഡ് തന്നെ ടി ജംഗ്ഷനും വരുന്നുണ്ട്, ക്രോസ് ജംഗ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ജംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു മെയിൻ വോളും ഒരു പാർട്ടീഷൻ വോളും തമ്മിലുള്ള കണക്ഷനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ജംഗ്ഷൻ തന്നെ നമ്മൾ പറഞ്ഞു, റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനും ഉണ്ട്, സ്ക്വിൻഡ് ജംഗ്ഷനും ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾഡ് ജംഗ്ഷനാണ് ടി ജംഗ്ഷൻസും ക്രോസ് ജംഗ്ഷൻസും. ഇനി അടുത്തതാണ് കോയിൻസും സെയിം, റൈറ്റ് ആംഗിൾഡും ഉണ്ട്, സ്ക്വിൻഡും ഉണ്ട്. കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഫോംഡ് വെൻ എ വോൾ ടേക്സ് എ ടേൺ. അതായത് ഒരു വോൾ ഒരു ടേൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇതിനെയാണ് നമ്മൾ കോയിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്ക്വിൻഡിൽ, മറ്റേത് റൈറ്റ് ആംഗിളിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, ടി ജംഗ്ഷനും ക്രോസ് ജംഗ്ഷനും. കോയിൻസും നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾഡ് കോയിൻസും ഉണ്ട്, സ്ക്വിൻഡ് കോയിൻസും ഉണ്ട്. ഇതിൽ സ്ക്വിൻഡ് കോയിൻസിനെയാണ് നമ്മൾ അക്യൂട്ടും ഒപ്റ്റ്യൂസും ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു ക്യൂറിങ്ങും കൂടി പറയുന്നുണ്ട്. സിമെൻറ്റ് മോർട്ടാർ ആണെങ്കിൽ ക്യൂറിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 1 to 2 വീക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് ലൈം മോർട്ടാർ ആണെങ്കിൽ നമ്മൾ അതൊരു 2 to 3 വീക്സ് വരെയൊക്കെ ക്യൂറിങ് പീരീഡ് കൊടുക്കേണ്ടി വരും. ഇനി ഒരു സിംഗിൾ ഡേ വർക്ക്സിൽ മാക്സിമം ഹൈറ്റ് ഓഫ് ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കണം. ഒരു സിംഗിൾ ഡേയിൽ മാക്സിമം ഹൈറ്റ് ഓഫ് ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ബ്രിക്ക് മേസണറിയിൽ പറയാനുള്ളൂ.